ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാളെ ഷൂട്ട് ചെയ്തപ്പോ ആ റോഡിൽ തറച്ച ബുള്ളറ്റും ബ്ലഡ് സാമ്പിൾസും ആ പെണ്ണുപിള്ള കണ്ടെത്തി. ഏത് പെണ്ണുപിള്ള? ആ SP. പണി പാളിയോടാ. പാളി. അന്വേഷണം ഊർജ്ജസ്വലമായിട്ട് നടക്കുക. എന്താ കുഴപ്പാവൂ? അത് ഞാനെങ്ങനെ പറയാനാ? എന്തായാലും ഗണ്ണ് മാറ്റിയേ പറ്റൂ. എവിടെയെങ്കിലും ഒളിപ്പിക്കേ. അത് ഞാൻ ഏറ്റു. എന്താ അമ്മേ? ആ ഗണ്ണൊന്ന് മാറ്റണം. എവിടേക്ക് മാറ്റും? വല്ല കായലും കൊണ്ട് എറിഞ്ഞാലോ? എടാ, അതിലും നല്ലതല്ലേ ആ ഗണ്ണ് വെച്ച് ഒരാളെ കൊടുക്കുന്നേ, അതും നമ്മുടെ മുഖ്യ ശത്രുവിനെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജയനിന്ന് ജോലിയിലേക്ക് പ്രവേശിക്കുകയാണല്ലേ? അതെ സാർ. സാറിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാവണം. അതിനാ ജയ ജോലി ചെയ്യുന്നതിന് എന്റെ അനുഗ്രഹം അല്ലേ രാജു? ചില സമയത്ത് എന്റെ അളിയൻ ഇങ്ങനെയാ സാറേ. അമിത വിനയം വേണ്ട, അമിത ഭക്തിക്കാർ അമ്പലം വിഴുങ്ങുന്ന പഴമക്കാർ പറയുന്നേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ ജയ. അളിയ പോട്ടെ. ഓൾ ദി ബെസ്റ്റ് അളിയ. ശരി രാജു. നമ്മുടെ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറ്റിയാ പോരായിരുന്നു രാജു. എന്തിനാ ചേച്ചിയുടെ? മാഡം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല. പക്ഷേ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ രാജുവിന് അറിയാവുന്നതല്ലേ? ഇനി എന്തായാലും അങ്ങനെ നടക്കട്ടെ. രാജു വാ. ഇങ്ങനെ നിൽക്ക, ഞാൻ പിടിക്കാം. എടാ, ഇവനെ ഭീമനെ വിഴുങ്ങാൻ നിൽക്കുന്ന ഭഗനെ പോലെയുണ്ട്. എന്നാലും ഇവനെ നമുക്കങ്ങ് വിഴുങ്ങിയാലോ? ആ രാജുവിന്റെ കുടുംബം മൊത്തം അലങ്കോലാക്കാനല്ലേ ഇവനെ നമ്മൾ ഇങ്ങോട്ടെടുക്കുന്നേ. അല്ലാതെ മോക്ഷത്തിനൊന്നും അല്ലല്ലോ. ഇവർ രാജുവിന്റെ ഹൃദയയുടെ നമ്പർ 1 ശത്രുക്കളാ. അപ്പോ അവർക്കെതിരായിട്ട് ഇവരോട് സംസാരിക്കണം. അപ്പപ്പോ കാണുന്നവനെ അപ്പാന്ന് വിളിച്ച അപ്പവും കഴിക്കാം, വീഞ്ഞും കഴിക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ജയ. ഇന്നൊരു നല്ല ദിവസമാ. എന്തുകൊണ്ടും ജയനൊരു ഭാഗ്യവാനാ. അല്ല, എന്തൊക്കെയുണ്ട് ജയ വീട്ടിലെ വിശേഷങ്ങൾ? എന്റെ ഭാര്യ വീട്ടിലെ വിശേഷങ്ങളല്ലേ ചോദിച്ചത്? അതൊന്നും പറയാതിരിക്കുന്ന മാഡം നല്ലത്. പറയൂ ജയ. ഇന്നു മുതൽ ജയനന്റെ പേഴ്സണൽ അസിസ്റ്റന്റാ. പേഴ്സണലായ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നാ നല്ലത്. അകലേ നോവിനാലേ